നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. കാര്യത്തിലേക്ക് വരാം. നമുക്കറിയാം, ഭയങ്കര ശക്തമായ ഡീൽ നടക്കുന്നു. കഴിഞ്ഞ 1977 മറ്റോ ഇവിടെ BJP-യുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ജനസംഘവുമായി ചേർന്നുകൊണ്ട് ഇവിടെ CPM ശക്തമായ രീതിയിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കത്തിപ്പടർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം നമുക്ക് എന്തുകൊണ്ട് ഡീൽ ആരോപണം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഒരു ഡീൽ ആരോപണം വരിക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആയിരിക്കണം. തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ റിസൾട്ടും വന്ന് അതിൽ ഉണ്ടാകുന്ന വോട്ടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറിയും തിരിഞ്ഞും ഒക്കെയുള്ള വോട്ടിൻ്റെ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും ഡീൽ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കുക. ഇവിടെ എന്നാൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിട്ടില്ല, അങ്ങനെ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ തൃശ്ശൂർ സംഭവിച്ചത് നമുക്ക് കണക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അവിടെ BJP-യും ഈ പറയുന്ന കോൺഗ്രസും തമ്മിൽ അവിടെ ഡീൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കണക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എങ്ങനെ ഡീൽ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. രേഖകളൊന്നുമില്ല, തെളിവുകളില്ല, നമ്മുടെ മുന്നിൽ പറയത്തക്ക വോട്ടിൻ്റെ കള്ളക്കണക്കുകളൊന്നുമില്ല. ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് നമുക്കവിടെ ഒരു വോട്ടിംഗ് നടന്നിട്ടുണ്ട്, അങ്ങനെ ക്രോസ് വോട്ട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡീൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുക? നിസ്സംശയം ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ആരോപണം മാത്രമായി നമുക്ക് കാണാം. ഇനി ഇവിടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് BJP-യും CPM-ഉം തമ്മിൽ ഡീൽ നടക്കുന്നു എന്ന രീതിയിൽ ഒരു കാര്യം പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. BJP എന്ന് പറഞ്ഞാൽ വർഗീയ ഫാസിസ്റ്റ് ശക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. അവരുയർത്തിക്കൊണ്ടുവരുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ്. ഈ ഭൂരിപക്ഷ വർഗീയതയുമായി ചേർന്ന് നിന്നുകൊണ്ട് CPM ഇവിടുത്തെ ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന പുതിയൊരു നരേറ്റീവ് ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇവർ ഈ പറയുന്ന ഡീൽ ആരോപണം പ്രധാനമായി ഉന്നയിക്കുന്നത് വടക്കൻ ജില്ലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് ഈ പറയുന്ന കോഴിക്കോട് മുതൽ അല്ലെങ്കിൽ മലപ്പുറം മുതൽ വടക്കോട്ട് കിടക്കുന്ന കാസർഗോഡ് വരെ കിടക്കുന്ന ആ ജില്ലകൾ. കാര്യം ഏറ്റവും കൂടുതൽ അവിടെ വോട്ടിംഗ് നടക്കുന്നത് ഈ പറയുന്ന അവിടുത്തെ അല്ലെങ്കിൽ ബാധിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ടുകളാണ്. അപ്പോൾ അവർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണാജനകമായ വർത്തമാനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പൊതുവിൽ ഈ പറയുന്ന സർക്കാരാണെങ്കിലും CPM ആണെങ്കിലും സംഘപരിവാറുമായി ചേർന്നുകൊണ്ട് ന്യൂനപക്ഷ വേട്ട നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഡീലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയും 1977 പോയാൽ ഇവർ പറയുന്ന കാര്യങ്ങളും ശരിയാണോ? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇന്ദിരാഗാന്ധി അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഉണ്ടാവുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മൊറാർജി ദേശായിയുടെയൊക്കെ നേതൃത്വത്തിൽ മൊറാർജി ദേശായി അതോടൊപ്പം നിരവധി നേതാക്കന്മാർ അവരുടെ നേതൃത്വത്തിൽ പിന്നെ നമ്മൾ ജനതാ പാർട്ടിയും അതോടൊപ്പം തന്നെ സംഘടനാ കോൺഗ്രസ്, അതായത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള സംഘടനാ കോൺഗ്രസ്, ഭാരതീയ ലോക്ദൾ, പിന്നെ ഇങ്ങനെ തുടങ്ങിയ ഒരു ഈ പറയുന്ന ഭാരതീയ ജനസംഘം എന്നൊക്കെ പറയുന്ന കുറേ സംഘടനകൾ, അതിൻ്റെ കൂട്ടത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടി, ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പുതിയ തലം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലൊരു സംഘം ചേരൽ നടക്കുന്നു. എന്തിനാണ് ആ സംഘം ചേരൽ നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നൊരു കാലമുണ്ട്. അതായത് ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷ പാർട്ടികളോട് വടക്കു പണിയെടുക്കൂ എന്ന് പറയുകയും എവിടെ ഒരു സ്വേച്ഛാധിപതി എന്നുള്ള നിലയിൽ ഇന്ദിരാഗാന്ധി പ്രവർത്തിക്കുകയും ചെയ്ത കാലമായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ അടക്കമുള്ള നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അതോടൊപ്പം ബാക്കിയുള്ള നേതാക്കന്മാരിലെയും ആക്രമിക്കപ്പെടുന്ന, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന സാഹചര്യം പോലും നമുക്കിവിടെ ഉണ്ടായി എന്നുള്ളത് വളരെ ഒരു പക്ഷേ ജനാധിപത്യ ക്രമത്തിൻ്റെ ഏറ്റവും ഇരുളടഞ്ഞ ഏടായി തന്നെ പരിഗണിക്കപ്പെടും. ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. എന്നാൽ 1900 അത് 3 വർഷം മാത്രമേ നിലനിന്നുള്ളൂ. ഒരു 3 വർഷം കൂടെ കഴിഞ്ഞ് 1980 എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ഇതിനകത്തുണ്ടായിരുന്ന ഈ നമ്മുടെ RSSൻ്റെയും ജനസംഘത്തിൻ്റെയും അംഗത്വം, ഇരട്ട അംഗത്വം എന്നുള്ളൊരു പ്രശ്നം വരികയും അതിൽ നിന്ന് കുറച്ച് പേർ വിട്ടുമാറി വാജ്പേയിയുടെ നേതൃത്വത്തിൽ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മാറി നിൽക്കുകയുമാണ് ചെയ്തത്. പിന്നീട് മൊറാർജി ദേശായി അധികാരത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം, അതായത് സംഘടനാ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന മൊറാർജി ദേശായി അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയും അതുപോലെ LK അദ്വാനി തുടങ്ങിയവരെല്ലാം ആ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ ജനതാ പാർട്ടി ഇങ്ങനെ കടന്നു വരുന്ന സാഹചര്യത്തിൽ
ഇന്ന് ജനതാ പാർട്ടിയുടെ ഒരു നേതാവുണ്ട്, അതായത് ജനതാ പാർട്ടിക്ക് വേണ്ടി എടക്കാട് നിന്ന് മത്സരിച്ച ഒരു നേതാവുണ്ട് നമ്മളുടെ ഇടയിൽ. ആ നേതാവ് ഉത്തമനായ കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസ് പറയുന്നതിനപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാത്തൊരു നേതാവാണ്. അദ്ദേഹം അന്ന് ഈ പറയുന്ന എടക്കാട് മത്സരിച്ചത് ജനതാ പാർട്ടിയുടെ ടിക്കറ്റിലായിരുന്നു. പേര് കെ സുധാകരൻ എന്നാണ്. അപ്പോൾ സ്വന്തം പാർട്ടിയിലെ ഈ പറയുന്ന ഡീലാരോപണം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവ് ഇവിടെ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അന്ന് പരാജയപ്പെട്ടു പോയി. പിന്നീടാണ് കോലീബി സഖ്യമൊക്കെ എത്തുന്നത്. കോലീബി സഖ്യം വന്നു കഴിഞ്ഞപ്പോഴേക്ക് നമുക്കറിയാം, അതിൻ്റെ ഒരു പ്രധാന തെളിവായിട്ട് നമുക്കറിയാൻ പറ്റുന്ന ടി കെ ഹംസയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കഴിയുമായിരിക്കും. കാര്യം ഈ പറയുന്ന പോലെ ബേപ്പൂർ മണ്ഡലത്തിൽ ടി കെ ഹംസ മത്സരിച്ചിരുന്നു CPM-ന്റെ സ്ഥാനാർത്ഥിയായി. അന്ന് ഇതേ കോലീബി സഖ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരായി കെ മാധവൻകുട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിൻ്റെതായി ഉണ്ടായിരുന്നത്. അന്ന് ഈ കോലീബി സഖ്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എങ്കിൽ തന്നെയും അന്ന് ടി കെ ഹംസയ്ക്ക് ബേപ്പൂർ പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വടകര എന്ന് പറയുന്ന മണ്ഡലത്തിൽ ദളിൻ്റെ സ്ഥാനാർത്ഥിയാണ്, ജനതാദളിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് LDF-ൻ്റെതായി. അന്ന് രത്നസിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ഡീലിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവർ പറയുന്നത് പാലക്കാട് എനിക്ക് തോന്നുന്നു 77-ൽ ടി ശിവദാസ മേനോൻ്റെ ഈ കൺവെൻഷനിൽ ഉദ്ഘാടകനായി LK അദ്വാനി എത്തിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി അന്ന് എന്തിനാണ് ഇങ്ങനെയൊരു സംഘമുണ്ടാക്കിയത്? അത് വെറും 3 വർഷം മാത്രം നിലനിന്ന ഒരു സംഘമായിരുന്നു എന്നുള്ളതാണ്. ജനതാ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വെറും 3 വർഷം. എന്തിനായിരുന്നു അതുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി രാജ്യത്ത് നടപ്പിലാക്കിയ സ്വേച്ഛാധിപത്യത്തിനെതിരായി ശക്തമായി പ്രതിഷേധിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഉയർത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്ന് ഡീല് നടക്കുന്നുണ്ട് എന്ന് എന്തർത്ഥത്തിലാണ് പറയുന്നത്? പാലക്കാടെ സംബന്ധിച്ചിടത്തോളം NMR ആണ് അവിടെ മത്സരിക്കുന്ന ഒരു നേതാവ്. അപ്പോൾ അദ്ദേഹം ഒരു ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്. അവിടെ കോൺഗ്രസിൻ്റെതായി മത്സരിക്കുന്ന പിഷാരടിയാണ്, രമേശ് പിഷാരടിയാണ്. BJP-യുടേതായി അവിടെ മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്, നമുക്കറിയാം. ഈ 3 സ്ഥാനാർത്ഥികളാണ് പാലക്കാട് നിന്ന് ജനവിധി തേടുന്നത്. ഇതിങ്ങനെ ഒരു പുതിയൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം മെനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഇടതുപക്ഷ സ്വതന്ത്രനാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പം അങ്ങനെ ഇടതുപക്ഷ സ്വതന്ത്രനായ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ, 2 ഹിന്ദു സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു വോട്ട് കച്ചവടം ശോഭാ സുരേന്ദ്രന് വേണ്ടി അവിടെ CPM നടത്തി എന്നൊരു പ്രചാരം വരുത്തി തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിലൂടെ ഈ പറയുന്ന ഒരു ഡീല് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ NMR അടക്കമുള്ള നേതാക്കന്മാരെ തള്ളിക്കളയുകയും അവിടുത്തെ ന്യൂനപക്ഷത്തിനെതിരായി വലിയൊരു കൂട്ടായ്മ CPM-ൻ്റെയും BJP-യുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ശരിക്കും VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റായ പ്രവണതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ തെറ്റായൊരു പ്രവണതയാണ്. ഈ രീതിയിൽ തങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ തീർന്നു പോയി എന്ന് തോന്നുന്ന ഒരു സമയത്ത്, അതായത് വികസനത്തിൻ്റെ കാര്യത്തിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതോടൊപ്പം ചില കള്ളത്തരം പ്രചരിപ്പിച്ചിട്ടും കാര്യമില്ല. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് നുണേശൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ് അക്കൗണ്ട് തന്നെ പൊട്ടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത്രയ്ക്ക് ഭീരുവാണെന്നേ VD സതീശൻ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടുള്ള നുണകളെല്ലാം അതിൻ്റെ സത്യം എന്താണ് എന്നുള്ളതിനെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് പലപ്പോഴും പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ ആയുധങ്ങളും ഇവിടെ UDF-ൻ്റെതായി അവസാനിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ ഏറ്റവും ഒടുവിൽ എടുക്കാനുള്ളത് വർഗീയതയാണെന്നേ. ആ വർഗീയതയ്ക്ക് വേണ്ടി ആ വർഗീയത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം AP വിഭാഗം, സമസ്തയിലെ AP വിഭാഗം നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നയിച്ച ആ യാത്രയിൽ, കേരള യാത്രയുടെ സമാപന ദിവസം അദ്ദേഹം പോയിട്ട് വർഗീയ പ്രസംഗം നടത്തിയത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. അവിടെ മുഖ്യമന്ത്രിയെ എതിർക്കാൻ വേണ്ടിയിട്ടെന്നുള്ള വ്യാജേനയാണ് ആ പ്രസംഗം അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ പുതിയൊരു തലത്തിലേക്ക് കേരളത്തിലൊരു ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ശരിക്കും VD സതീശൻ്റെയും UDF-ൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തി വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിലുള്ള വർഗീയ കാർഡുകളായിരിക്കും UDF നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഇറക്കി വിടുക എന്നുള്ള ഒരു സംശയത്തിലാണ് ശരിക്കും എല്ലാ കേരളീയരും, ജനാധിപത്യ വിശ്വാസികളും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.